യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേരളത്തിലെ യുക്തിവാദത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ ഒരു ബേസിക്കലി ഒരു എന്താ പറയുന്ന ഒരു മതപ്പണി, കമ്മ്യൂണൽ സാധനമാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ റാഷണലിസം ആണ്. റാഷണലായിട്ട് എല്ലാ കാര്യങ്ങളെ കാണുക, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക, അതിനെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ബേസിക്കലി. പക്ഷെ ഇവിടെ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഓൾ ഓൺ സഡൻ ഇങ്ങനെ കുറേ സംഗതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്, കുറേ പ്രസ്ഥാനങ്ങൾ, കുറേ അയ്യപ്പൻ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് പിന്നെ നിരീശ്വരവാദം. നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ സ്റ്റാൻസാണ്. ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മതവിശ്വാസം ഉള്ളത് കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിരീശ്വരവാദി ആകേണ്ടി വരുന്നത്. ലൈക്ക് ഒരാൾ മദ്യം കഴിക്കുന്നതുകൊണ്ടാണ് മദ്യ വിമോചന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നത്. പുകവലിക്കുന്നതുകൊണ്ടാണ് പുകവലി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് പോലീസ് ഉണ്ടാകേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റാൻസ് ആണ്. ആരും ഇത് മതം നിരുദ്രവകരമാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാകാതെ പോകുന്ന ഒരു സ്ഥലത്ത് പോലും ഈ നിരീശ്വരവാദം, ആളുകൾ നിരീശ്വരവാദികളായിരിക്കും, പക്ഷെ അതിനൊരു എന്താ പറയുക, ഒരു പരസ്യമുഖം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ പറയുന്ന ഈ കോപ്രായങ്ങളൊക്കെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മതത്തിമിരം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ എസൻസ് ഒക്കെ പോലെയുള്ള സംഘടനകളുടെ ആവശ്യം തന്നെ ഇല്ല. ഞാനൊക്കെ എന്തെങ്കിലും വല്ല കഥയോ കവിതയോ എല്ലാം എഴുതുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമായിരുന്നു. ഇത് അങ്ങനെയല്ല. ഇത് ബിക്കോസ് നെസസിറ്റേറ്റഡ് ബൈ the evil presence of religion and religious concepts like God, ghost, മാട, മർദ്ദൻ, ജിന്ന്, കിന്ന്, ഇങ്ങനെ കുറേ സാധനം. ഓക്കെ, അതാണ് നിരീശ്വരവാദം. നിരീശ്വരവാദം തീസം. തീസം മീൻസ് മതമാണ്. തിയോ എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നാണ്. അപ്പം അതിനെതിരെയുള്ള സമീപനം. അതുള്ളത് കൊണ്ടാണ് ഇതുള്ളത്. റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തിപൂർവ്വമായിട്ട് കാര്യങ്ങൾ കാണുക. അതാണ് എൻ്റെ വ്യത്യാസം.